ഹലോ, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. ഇന്ന് ഞാനൊരു പുതിയ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. എൻ്റെ കയ്യിലിരുന്ന ഈ മെറ്റീരിയൽ വെച്ചാണ് ആക്കുന്നത് കേട്ടോ. ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയില്ല. ഒരു സിൽക്ക്, ഒരു ലൈറ്റ് ഗ്രീൻ, ഗോൾഡൻ സെറി ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ഹാൻഡ് പെയിൻറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് സീ എങ്ങനെയാണ് അത് ടേൺ ഔട്ട് ചെയ്യുന്നുള്ളത്. ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമ്മുടെ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ റോസ് കളറാണ്, ലോട്ടസ് ആണല്ലോ, അപ്പോൾ റോസ് കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് പല ഷെയ്ഡ്, റോസിൻ്റെ പല ഷെയ്ഡ് മിക്സ് ചെയ്താക്കിയിട്ട് അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പെയിൻറ്റ് ചെയ്ത് പോകുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾറെഡി അത് അവിടെ ട്രേസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ പൊക്കത്ത് പെയിൻറ്റ് ചെയ്ത് പോകാൻ ഇത്തിരിയും കൂടെ ഈസിയാണ്. ഇനി അതല്ല, നേരെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്ത് പോകാൻ അറിയുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഓൾറെഡി അതൊരു പെൻസിൽ വെച്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള പിങ്കും വൈറ്റും ഒക്കെ കളേഴ്സ് മിക്സ് ചെയ്ത് തന്നെയാണ് പെയിൻറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. പിന്നെ ലീവ്സിന് ഗ്രീൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ തന്നെ അത് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തതേ. ചെറുപ്പത്തിൽ ഒട്ടും വരയ്ക്കാൻ അറിയുന്ന ഒരാളായിരുന്നില്ല ഞാൻ. അങ്ങനെ ഒരു കഴിവ് എനിക്ക് ഉണ്ടെന്ന് തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളെക്കാളും മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ അതേ പ്രായമുള്ളവരോ ഒക്കെ വരയ്ക്കുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതത്തോടെയും കൊതിയോടും കൂടി നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഒരു പോയിന്റിൽ തോന്നി, എന്തുകൊണ്ടത് നമുക്കും ട്രൈ ചെയ്ത് നോക്കിക്കൂടാ എന്ന് തോന്നിയ ഏതോ ഒരു മൊമെൻ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണുമായിരിക്കും ചിലപ്പം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുവാണേ, ഞാൻ ആദ്യം തുടങ്ങിയത് എന്തെങ്കിലും ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ, ബാലരമയൊക്കെ ഇല്ല അന്നത്തെ, കളിക്കുടുക്ക ബാലരമ, അതിലൊക്കെ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു വെള്ള പേപ്പർ വെച്ച് അതിൽ ട്രേസ് ചെയ്താണ് ആദ്യം വരച്ച് തുടങ്ങിയത്. പിന്നെ മെല്ലെ നോക്കി വരയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴും ഞാൻ ഭയങ്കര പ്രോ ആയിട്ട് വരയ്ക്കുന്ന ആളൊന്നും അല്ല. പക്ഷേ ഞാനിങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷം കിട്ടും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ സ്വന്തമായിട്ട് നമ്മൾ വരച്ചിങ്ങനെ ഓരോന്ന് അതിൻ്റെ ഒരു ഔട്ട്കം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കഥയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഉള്ള കഴിവ് അഴിക്കുകയല്ല എല്ലാം. നമ്മൾ ചിലതൊക്കെ പോകെ പോകെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഇങ്ങനത്തെ ഒരു ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് നമ്മളൊരു ഷോപ്പിൽ പോയി വാങ്ങണമെങ്കിൽ അന്യായ വില കൊടുക്കണം ഗൈസ്, അന്യായ വില. അപ്പോൾ അതിലും വേഗം നമ്മളിങ്ങനെ വരച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്കും പറ്റുമെന്നേ, ചുമ്മാ ട്രൈ ചെയ്ത് നോക്ക്. ഇതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ തയ്ച്ചിട്ടേ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പോരാത്തിന് ഇനി ഏതെങ്കിലും 4 പേര് നല്ലതാണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നിലത്തൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ. പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഈ പാർട്ട് മാത്രമല്ല, ഇത് ബാക്ക് സൈഡിലും ഉണ്ട്. പക്ഷേ ഇതിൽ ഒരു സ്റ്റോൺ വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. പറ്റുവാണെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കൂന്നേ, രസമല്ലേ.